starting a new topic, operating costing. Okay, operating costing. ഇത് ഈസി ആണോ എന്ന് ചോദിച്ചാൽ ഈസിയാണ്, ബട്ട് ചിലവർക്ക് ഇതിൽ ഭയങ്കരമായിട്ട് മാത്തമാറ്റിക്കൽ സ്കില്ല് വരുന്ന ഒരു പേപ്പറാണ്. സി മാത്സിൻ്റെ കുറേ ഒരു അപ്ലിക്കേഷൻ ഒക്കെ വരുമ്പം കുട്ടികൾ പറയും അയ്യോ കഷ്ടമാണ്. ആൻഡ് ദിസ് ചാപ്റ്റർ റിസംബിൾസ് മെഷീൻ അവർ റേറ്റ് കണ്ടുപിടിച്ചില്ലേ, ആ ഒരു സംഭവത്തിനെയൊക്കെ നമ്മൾ ഓർമ്മിപ്പിക്കും. ഓക്കെ ഓക്കെ അതല്ല പിന്നെ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ആൻഡ് ഇറ്റ്സ് ഓൾസോ നോൺ ആസ് സർവീസ് കോസ്റ്റിംഗ്. ഓക്കെ, ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് അല്ലെങ്കിൽ സർവീസ് കോസ്റ്റിംഗ്. ഓക്കെ, എന്താ സംഭവം എന്ന് കേട്ടോ. നമ്മൾ ഇതുവരെ പ്രോസസ്സ്, കോൺട്രാക്ട് ഇതിലൊക്കെ ഒരു ഔട്ട്പുട്ട് ഉണ്ടായിരുന്നു. ആൻഡ് ദിസ് ഔട്ട്പുട്ട് പ്രോസസ്സിലാണെങ്കിൽ ഒരു ഗുഡ്സ് ആയിരിക്കും, റൈറ്റ് അല്ലേ, എന്തെങ്കിലും ഒരു സാധനമായിരിക്കും. ആൻഡ് കോൺട്രാക്റ്റിലാണെങ്കിലും ഫിസിക്കൽ ഒബ്ജക്റ്റ് വിൽ ബി ദെയർ, റൈറ്റ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് നമ്മൾ ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ, സോ ദേ ആർ പ്രൊവൈഡിങ് സർവീസ്, റൈറ്റ്. സിനിമ ഹാൾ ഇപ്പൊ തുറക്കാൻ പോവാട്ടാ, എല്ലാവരും പോകുന്നില്ല. ഓക്കെ, എനിവേ ദേ ആർ പ്രൊവൈഡിങ് സർവീസ്. സി സർവീസ്. ദെൻ വാട്ട് എൽസ്? ഹോട്ടൽസ്. നമ്മൾ പോകുന്നത്, റൂം എടുക്കുന്നത്, താമസിക്കുന്നത്. ഓക്കെ, സോ ഹോട്ടൽസ് ദേ ആർ പ്രൊവൈഡിങ് സർവീസ്. ട്രാൻസ്പോർട്ട്, ബസ് കയറിയാൽ നമ്മളോട് പൈസ വാങ്ങിക്കുന്നുണ്ടല്ലോ, ഇത്ര പൈസയാണെന്ന് അവർ പറയും. മേ ബി എവിടെ നിങ്ങൾ അടുത്തേക്ക് പോകാൻ, ലെറ്റ്സ് ഫോർ എക്സാമ്പിൾ 100 രൂപ പറയുന്നത്, ടിക്കറ്റിന് നമ്മളെടുത്ത് പറയുന്നത് 350 rupees. ദേ ആർ ചാർജിങ് ഫ്രം us. ഹോട്ടലിൽ ഒരു ദിവസത്തേക്ക് റൂം റെന്റ് 850 ആണെന്ന് പറയുന്നുണ്ടല്ലോ. എങ്ങനെ പറയുന്നു? സോ ദേ വാണ്ട് ടു നോ, ദിസ് സർവീസ് ഇൻഡസ്ട്രീസ് വാണ്ട് ടു നോ ദർ ചാർജ് ഇങ്ങനെ ഇടണ്ടിക്കില്ല. അവർക്ക് അറിയണ്ടോ ഇത് വെറുതെ ഇതെങ്ങനെ ഈ 100. ഓക്കെ, ഇതൊക്കെ പോട്ടെ. ഓക്കെ, ട്രാൻസ്പോർട്ട് കമ്പനി ഫോർ എ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ബി സ്ഥലത്തേക്ക് പോകാൻ 100 rupees ചാർജ് ചെയ്തു. ഇതെങ്ങനെയാണ് ചാർജ് ചെയ്യുന്നുണ്ടാവുക? ഞാൻ പറയാം. ഓക്കെ, ഞാൻ പറയാം എങ്ങനെയാണ് ചാർജ് ചെയ്യാന്ന് പറയോ. ഇതേപോലെ ഇത് ABC ആണെന്ന് വെച്ചോ. അപ്പം ഇതേപോലെ XYZ ഉണ്ട്, ഇതേ ജോലി ചെയ്യുന്നത്, ഇതേ ട്രാൻസ്പോർട്ട് സർവീസ് നടത്തുന്നത്. അവർ A to Bയിലേക്ക് പോകാൻ 100 ചാർജ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് കോമ്പറ്റീറ്ററെ പ്രൈസ് നോക്കിയിട്ട് ചാർജ് ചെയ്തൂടെ? ചെയ്യാം. ഇനി ഒരു ഓപ്ഷൻ ഉണ്ട്. കഴിഞ്ഞതിന് മുന്നിലത്തെ വർഷം 80 rupees ആയിരുന്നു. അപ്പം ഞാനതിൽ 10 രൂപ ആഡ് ചെയ്ത്, അപ്പോൾ ഈ വർഷം കഴിഞ്ഞ പ്രാവശ്യം 90 ആയിരുന്നു, അപ്പോൾ ഈ പ്രാവശ്യം വീണ്ടും ഞാനൊരു 10 രൂപ ആഡ് ചെയ്യാം, 100 ആക്കാം. ഓക്കെ, ദാറ്റ് മീൻസ് പാസ്റ്റിലെ സെയിൽ നോക്കിയിട്ട് അല്ലെ പാസ്റ്റിലെ പ്രൈസ് നോക്കിയിട്ടും I can charge the price, right? ഇവിടെ കറണ്ട് പോയി, I don't know it's clear, video clarity is there or not, I don't know. Anyway, കറണ്ട് പോയി. പാസ്റ്റ് പ്രൈസ് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത് ചാർജ് ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ പറയുന്നത് ഇതിനായിട്ട് നിങ്ങൾ എടുത്തു. ഞാൻ പറയുന്നത് അങ്ങനെയൊന്നും ചെയ്താൽ ശരിയാവില്ല. ഫസ്റ്റ് നിങ്ങൾ ഈ A to B സ്ഥലത്തേക്ക് ഓടാൻ എന്തൊക്കെ എക്സ്പെൻസ് ചിലവായെന്ന് നോക്കൂ. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ കൂടെ കുറച്ച് പ്രോഫിറ്റ് ആഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എത്ര കിലോമീറ്റർ പോയി എന്നൊക്കെ നോക്കി അതിൻ്റെയൊക്കെ ബേസിൽ നിങ്ങൾ ചെയ്താൽ മതി എന്ന് ഞാൻ കോസ്റ്റ് അക്കൗണ്ടിംഗ് ഒക്കെ പഠിച്ചതാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയൊന്നും ഇതൊന്നും ശരിയല്ല, ഇങ്ങനെ ചെയ്താൽ മതി. ഇപ്പം എനിക്കും തോന്നുന്നില്ല ഇതാ ശരിയെന്ന്, റൈറ്റ്? എക്സ്പെൻസ് ഒക്കെ എത്രയാണെന്ന് അറിയണം, അതിൻ്റെ കൂടെ പ്രോഫിറ്റ് ഒക്കെ ആഡ് ചെയ്തിട്ടൊക്കെയാണ് നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അല്ലേ. സോ ഇങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന കോസ്റ്റിംഗിൽ ഒരു മെത്തേഡാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. ക്ലിയർ ആണല്ലോ? അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്? ഓക്കെ, സർവീസ് ഇൻഡസ്ട്രീസിനെ, വാട്ട് ഓൾ സർവീസ് ഇൻഡസ്ട്രി, ട്രാൻസ്പോർട്ട്, സിനിമ, ഹോട്ടൽ, വാട്ട് എവർ ഇറ്റ് ഈസ്. സോ സർവീസ് ഇൻഡസ്ട്രീസിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് അല്ലെങ്കിൽ അതിന് എത്ര ചാർജ് ചെയ്യാമെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അല്ലെ നമ്മൾ യൂസ് ചെയ്യുന്ന കോസ്റ്റിംഗിലെ മെത്തേഡിനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് പറയാം. സോ ഇൻട്രൊഡക്ഷൻ ഇസ് ഓവർ. ഇൻട്രൊഡക്ഷൻ ഓക്കെയാണ്. എന്തിനുപയോഗിക്കുന്നു? സിനിമ ടിക്കറ്റിന് 350 രൂപ എടുത്ത് കൊടുക്കുമ്പോൾ ഇവരിത് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ചെയ്തിട്ടാണ് ആ 350 rupees കണ്ടുപിടിച്ചതെന്നുള്ള ബോധം മനസ്സിലുണ്ടാവും. ഓക്കെ, അപ്പോൾ അതൊക്കെ അപ്പോൾ നമ്മളത് എന്തിനാന്ന് പഠിച്ച്.
ഇനി ഞാനൊരു കാര്യം പറയാം. ഓക്കെ, നിങ്ങളുടെ ബുക്കിൽ മെയിൻലി നമ്മൾ ട്രാൻസ്പോർട്ട് കമ്പനി റിലേറ്റഡ് അക്കൗണ്ട്സ് ആണ് പ്രിപ്പയർ ചെയ്യുക. ഓൾമോസ്റ്റ് എന്നല്ല, ഈ ടെക്സ്റ്റിനകത്തുള്ള കംപ്ലീറ്റ് എന്ന് പറഞ്ഞ പോലെയുള്ള പ്രോബ്ലം റിലേറ്റിംഗ് ടു ട്രാൻസ്പോർട്ട് ആണ്. അപ്പം ഞാൻ ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മളതിന് എക്സ്പ്ലനേഷൻസ് ഒക്കെ പോവാം. ഓക്കെ, അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു സംഭവം പറയാം. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ എക്സ്പെൻസ് ഒക്കെ ആദ്യം നോക്കണം, പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിന്. അപ്പം എക്സ്പെൻസ് എല്ലാം ആദ്യം നോക്കി എന്നിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ട്രാൻസ്പോർട്ട് കമ്പനിക്കുണ്ടല്ലോ, അല്ലെങ്കിൽ ഏതൊരു കമ്പനി എടുത്താലും 2 തരത്തിലുള്ള എക്സ്പെൻസസ് ഉണ്ടാവും. ഓക്കെ, വൺ ഇസ് ഫിക്സഡ്. ഓക്കെ, ഫിക്സഡ് ചാർജ് അല്ലേ, ഫിക്സഡ് ആയിട്ട് നമ്മൾ ചാർജ് ചെയ്യുന്ന എക്സ്പെൻസുകൾ ഉണ്ടാവും. നൗ ഇറ്റ് ഈസ് വാരിയബിൾ. ഓക്കെ, വാരിയബിൾ. ഫോർ എക്സാമ്പിൾ, ബസ് ഓടിയാൽ മാത്രമേ പെട്രോൾ ചിലവാവുള്ളൂ, റൈറ്റ്? ഓക്കെ, പക്ഷേ ബസ് ഓടിയിട്ടില്ലെങ്കിലും ബസ്സിന് ഇയാളി ഇൻഷുറൻസ് കൊടുക്കണം, ആണല്ലോ. സോ ഇങ്ങനെയുള്ള ബേസിൽ നമ്മൾ കറണ്ട് വന്നു. ഓക്കെ, നമ്മൾ കോസ്റ്റിനെ 2 രീതിയിൽ ഡിവൈഡ് ചെയ്യും. വൺ ഇസ് ഫിക്സഡ് ആൻഡ് വൺ ഇസ് വാരിയബിൾ. ഓക്കെ, നൗ ലെറ്റ്സ് സീ വാട്ട് ഓൾ ആർ ദി ഫിക്സഡ് എക്സ്പെൻസ് ആൻഡ് വാട്ട് ഓൾ ആർ ദി variable expense. Okay, so first I will talk about fixed. So it is insurance, tax അടക്കേണ്ട വരും അല്ലെ, റോഡ് ടാക്സ്, അങ്ങനെ കുറേ ടാക്സുകൾ. ദെൻ ലൈസൻസ് ഫീ, പിന്നെന്തൊക്കെയാണ്, സാലറി, റൈറ്റ്? ചിലയാൾക്ക് ഫിക്സ്ഡ് ആയിട്ട് കൊടുക്കുന്ന സാലറി ആയിരിക്കും അല്ലെ, ഡ്രൈവേഴ്സ് ആർ എനിവേ ഫിക്സ്ഡ് ആയിട്ട് കൊടുക്കുന്ന സാലറി, ഡ്രൈവറാ, കണ്ടക്ടറാ, ക്ലീനറാ, whoever it is. Then ഓഫീസിൻ്റെ റെന്റ് അല്ലെ, ഓഫീസ് റിലേറ്റഡ് എക്സ്പെൻസുകൾ, പിന്നെ ഗാരേജ് റെന്റ്, മേ ബി ഇത്, ഇങ്ങനെയുള്ള പല സാധനങ്ങളും എന്തിൽ വരും? ഫിക്സഡ് ചാർജ് അഥവാ ഇനി വേറൊരു പേര് എഴുതാൻ പോവാണ്, സ്റ്റാൻഡിങ് ചാർജിൽ വരും. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി പല ടെക്സ്റ്റുകളിലും ഇതിന് 2 ആയിട്ടാണ് ബൈഫർക്കേഷൻ. ബട്ട് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് ഇതിനെ ഇവർ 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വിങ്ങിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, വൺ ഇസ് റണ്ണിങ് ആൻഡ് ഓപ്പറേറ്റിംഗ് ചാർജസ്. ബസ് റണ്ണ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചെലവുകൾ, റണ്ണിങ് അഥവാ ഓപ്പറേറ്റിംഗ് ചാർജസ് എന്ന് പറയും. ബസ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചാർജ്. ഞാൻ ബസ് എന്ന് പറഞ്ഞതേ ഉള്ളൂ, ലോറിയോ വാട്ട് എവർ ഇറ്റ് ഇസ്, ടാക്സിയോ എന്തോ ആയിക്കോട്ടെ. റണ്ണിങ് ആൻഡ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും മെയിൻ്റനൻസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെയും വരും. ഓക്കെ, മെയിൻ്റനൻസ് എക്സ്പെൻസ് ഫുൾ എഴുതണം. മെയിൻ്റനൻസ് ചാർജസ് അല്ലെങ്കിൽ മെയിൻ്റനൻസ് എക്സ്പെൻസ്. ഈ റണ്ണിങ് എക്സ്പെൻസിൽ എന്തെല്ലാം വരും? പെട്രോള്, ഓയില്, പിന്നെ ഗ്രീസ്, അങ്ങനെ പറയുന്ന, പിന്നെ ഓക്കെ, ചില സമയത്ത് നമുക്കിവിടെ സാലറി ഓഫ് ഡ്രൈവറും കണ്ടക്ടറും വരാം. ബട്ട് ഇഫ് ഇത് ഫിക്സ്ഡ് ആയിട്ട് കൊടുക്കുന്നതാണെങ്കിൽ ഇവിടെയും, അല്ലാത്ത കേസിൽ ഓട്ടത്തിനനുസരിച്ചിട്ട് കൊടുക്കുന്നതാണെങ്കിൽ ഇവിടെയും വരും. ഓക്കെ, സോ ദാറ്റ് ഓൾ കംസ് അണ്ടർ റണ്ണിങ് ആൻഡ് ഓപ്പറേറ്റിംഗ് ചാർജസ്. ദെൻ പെട്രോൾ, ഡീസൽ, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ എക്സെട്ര. ഇനി മെയിൻ്റനൻസിലോ, മെയിൻ്റനൻസിൽ എന്തൊക്കെ വരും? റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ചാർജ്. പെയിൻ്റ് അടിക്കുക അല്ല, റിപ്പയർ, മെയിൻ്റനൻസ്. ദെൻ ടയർ മാറ്റുക, ടയറിൻ്റെ എക്സ്പെൻസ്, ക്ലീനിങ് എക്സ്പെൻസ്, ക്ലീനിങ്, ടയേഴ്സിൻ്റെ എക്സ്പെൻസ്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മെയിൻ്റനൻസിലും വരും. ഓക്കെ, സോ മെയിൻ ഹെഡിങ് ഈസ് ഫിക്സഡ് ആൻഡ് വാരിയബിൾ. ഈ വാരിയബിളിനെ നമ്മൾ റണ്ണിങ് ഓർ ഓപ്പറേറ്റിംഗ് അല്ലെങ്കിൽ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞിട്ട് 2 ആക്കി തിരിക്കുന്നുണ്ട്. സോ യുവർ ടെക്സ്റ്റ് ബുക്ക് ഈസ് ഫോളോയിങ് 3 ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുന്ന മെത്തേഡ്. സോ ഇത് ക്ലിയർ ആണല്ലോ? അപ്പോൾ ഒരു സർവീസ് ഇൻഡസ്ട്രീസിന്, ഒരു ട്രാൻസ്പോർട്ട് കമ്പനീസിന് 3 വിങ്സിലാണ് അതിൻ്റെ കോസ്റ്റ് എക്സ്പെൻസിന് നമ്മൾ എഴുതുക. 1 ഫിക്സഡ് എക്സ്പെൻസ്, റണ്ണിങ് ആൻഡ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻസ്. ഇത് ക്ലിയർ ആണല്ലോ? ഓക്കെ, ഞാനിത് പറയാം. ഓക്കെ, അപ്പം നമ്മൾ എന്തിനാ ഈ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ചെയ്യുന്നതെന്ന് പറഞ്ഞത്? കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടി, ഒരു സർവീസിൽ ഉണ്ടാവുന്ന കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടി. പിന്നെ നമ്മൾ കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കണം. പ്രൈസ് ഫിക്സ് ചെയ്യാൻ വേണ്ടി,
ചാർജ് ഒക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പല 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 റീസൺസും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഓർമ്മിക്കാം. ഇതിൽ ഞാനൊരു കാര്യം കൂടി നിങ്ങളടുത്ത് പറയാം. തിങ്ക് വൺ ടാക്സി. ഓക്കെ, ഞാൻ ഹയർ ചെയ്യാണ് ടാക്സീനെ. ഒരു ടാക്സീൻ്റെ ഡ്രൈവറുടെ പേര് മിസ്റ്റർ എ. ഈ മിസ്റ്റർ എന്റെ ടാക്സി വേർ ഐ വാണ്ട് ടു ഗോ, ഓക്കെ, ടു ദ കോളേജ് ശ്രീകണ്ഠാപുരം. ഓക്കെ, അപ്പൊ എനിക്ക് ശ്രീകണ്ഠാപുരത്തേക്ക് പോകണം. എൻ്റെ വീട്ടിൽ നിന്ന് അറൗണ്ട് ഒരു 54 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ആൻഡ് മിസ്റ്റർ എ എൻ്റെ അടുത്ത് പറയുന്നത് യു ഹാവ് ടു ഗിവ് മീ 10 rupee പെർ കിലോമീറ്റർ. ഇങ്ങനെയല്ലോ നമ്മളെ ടാക്സിൻ്റെയും എല്ലാം ഫെയർ നിശ്ചയിക്കുക അല്ലെ. ഈ ഇത്ര കിലോമീറ്ററിന് ഇത്ര പൈസ, ഇത്ര കിലോമീറ്ററിന് ഇത്ര പൈസ, അങ്ങനെയല്ലേ. സോ അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് അയാൾ ചാർജ് ഈടാക്കും 54 into just 540 rupees, റൈറ്റ്? ഓക്കെ, ഇനി എൻ്റെ ക്വസ്റ്റ്യൻ, ഇത് ഇയാൾ എങ്ങനെയായിരിക്കും ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക? നമ്മൾ പറഞ്ഞു ഇത് ഫിക്സ് ചെയ്യുന്ന അയാൾ ഏത് കോസ്റ്റിംഗ് ചെയ്തിട്ടാ? ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. നമുക്ക് നോക്കാം അയാൾ എന്തായിരിക്കും ചെയ്തത്. അയാൾ എൻ്റെ വീട് തലശ്ശേരിയാണ്. തലശ്ശേരിയിൽ നിന്ന് ടു ശ്രീകണ്ഠാപുരം വരെ ഈ കാർ ഓടാനുള്ള എക്സ്പെൻസ് അയാൾ എന്ത് ചെയ്യും? ആദ്യം തന്നെ കൗണ്ട് ചെയ്യും. സോ എക്സ്പെൻസ് ഉണ്ടാവും. ഓക്കെ, അയാൾ എല്ലാ എക്സ്പെൻസും കൂടെ ആഡ് ചെയ്യും. എന്നിട്ട് ടോട്ടൽ എത്ര കിലോമീറ്റർ ഉണ്ടോ അതിനെ കൊണ്ട് എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. അപ്പോൾ അയാൾക്ക് എന്ത് കിട്ടും? 10 per കിലോമീറ്റർ കിട്ടും. അങ്ങനെയാണ് ഇയാൾ എൻ്റെ അടുത്ത് പറയുന്നത് ശ്രീകണ്ഠാപുരത്തേക്ക് പോവാൻ 10 കിലോമീറ്റർ പെർ ₹10 per kilometer. By considering the expense and total kilometer ഇയാൾ എന്ത് ചെയ്യുന്ന പ്രൈസ് ഫിക്സ് ചെയ്യും. ഓക്കെ, സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മളെ പെർ യൂണിറ്റ് കിലോമീറ്റർ 10 rupee per kilometer. പെർ യൂണിറ്റ് കിലോമീറ്റർ. ഇനി പാസഞ്ചർ, നമുക്ക് ബാംഗ്ലൂർ ബസ് എടുക്കാം. ഇവിടെയൊക്കെ നോക്കിയാൽ പെർ പാസഞ്ചർ ഇത്ര എന്നാ പറയാം അല്ലെ. ഒരു പാസഞ്ചറിന് 500 rupee അല്ലെ, ഓർ 600 rupee അല്ലെങ്കിൽ 700 rupee, വളരെ കുറഞ്ഞു പോയി, 1500 എഴുതാം. ഓക്കെ, 1500 rupees, റൈറ്റ്? സോ അങ്ങനെയാ ചാർജ് ചെയ്യാം. ഇവിടെ കോസ്റ്റ് എന്ന് പറയുന്നത് പെർ പാസഞ്ചർ ആണ് അല്ലെ. ഓക്കെ, ഇവിടെ എന്താ ചെയ്തിട്ടുണ്ടാവുക? ടോട്ടൽ എക്സ്പെൻസിന് ടോട്ടൽ പാസഞ്ചറിന്റെ അടുത്ത് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് നമുക്ക് കിട്ടും കോസ്റ്റ് പെർ പാസഞ്ചർ, റൈറ്റ്? സോ ഇവിടെ യൂണിറ്റ് എന്ന് പറയുന്നത് പാസഞ്ചർ ആണ്. ഓക്കെ, സോ നോർമലി നടക്കുന്ന കാര്യം പറഞ്ഞത്, നമ്മൾ ടാക്സി ഒക്കെ ഹയർ ചെയ്യുമ്പോൾ കിലോമീറ്ററിന്റെ ബേസിൽ നമ്മളോട് കോസ്റ്റ് പറയും. ചില കേസിൽ നമ്മളടുത്ത് കോസ്റ്റ് പെർ പാസഞ്ചർ പറയും. ഇതേപോലെ വേറൊരു കേസ് ഉണ്ട്, അതാണ്. സോ ഇവിടെ നമ്മൾ ടോട്ടൽ കിലോമീറ്റർ പറഞ്ഞു, ഇവിടെ നമ്മൾ ടോട്ടൽ പാസഞ്ചർ പറഞ്ഞു. സോ ഇതുപോലെ ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ടുള്ള ഒരു സംഭവവും കൂടി ഉണ്ട്, അതാണ് ടോട്ടൽ പാസഞ്ചർ കിലോമീറ്റർ. ടോട്ടൽ പാസഞ്ചർ കിലോമീറ്റർ. സി, ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ടാണ് ആലോചിച്ചത്. ഇത് ഏത് കേസിലാണ് വരിക എന്ന് വെച്ചാൽ, ഇപ്പൊ ഇവിടെ ബാംഗ്ലൂരേക്ക് പോകുന്ന ബസ്സാണെങ്കിൽ നമ്മൾ ഇതിന്റെ ഇടയിൽ ഇറങ്ങിയാലും വി ഹാവ് ടു പേ 1500 rupees അല്ലെ. നമ്മൾ ബാംഗ്ലൂരേക്ക് ടിക്കറ്റ് എടുത്ത് അതിന്റെ ഇടയിൽ ഇറങ്ങിയ പൈസ കുറച്ച് കിട്ടുമോ? ഇല്ല. സോ ദേ അസ്യൂം ദാറ്റ് ടോട്ടൽ പാസഞ്ചറിൽ ഈ ഒരു പാസഞ്ചറും കൂടി ഉണ്ട്, ഇടയിൽ ഇറങ്ങി എന്നൊന്നും വിചാരിക്കില്ല. ബിക്കോസ് വൈൽ കാൽക്കുലേറ്റിംഗ് ദ കോസ്റ്റ് നമ്മൾ ഈ പാസഞ്ചർ കൂടി ഇൻക്ലൂഡഡ് ആണ്. സോ അയാൾ പകുതിക്ക് ഇറങ്ങിയാലും എവിടെ ഇറങ്ങിയാലും ചാർജസ് സെയിം. ബട്ട് നമ്മുടെ നാട്ടിലെ ലോക്കൽ ബസ്സോ നമ്മളെ KSRTCയിലൊക്കെ, സാധാരണ KSRTCയിലൊക്കെ ലോക്കൽ ഒരാൾ കയറുന്നു, അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങുന്നു. ഇപ്പം വലിയൊരു റൂട്ടിലേക്കുള്ളതാണെന്ന് വെച്ചാൽ മേ ബി കണ്ണൂർ ടു കാലിക്കറ്റ്, ഇറങ്ങുന്ന കുറച്ച് സമയം സീറ്റ് കാലി ഉണ്ടാവും, ചിലപ്പോൾ സീറ്റ് ഫുള്ളായിരിക്കും അല്ലേ. സോ ഇറ്റ് ഡിപ്പെൻഡ്. സോ ഇങ്ങനെയുള്ള കേസിലാണ് നമ്മൾ ടോട്ടൽ പാസഞ്ചർ കിലോമീറ്റർ യൂസ് ചെയ്യും. ഇതിലെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ, ഈ എക്സ്പെൻസ് എന്താണെന്നാണ് ഞങ്ങൾ ഇപ്പോൾ പറഞ്ഞത് അല്ലേ, 3 എക്സ്പെൻസിനെ ഡിവൈഡ് ചെയ്തു. സോ ആ എക്സ്പെൻസ് ഒക്കെ ഉള്ളതാണ് ഈ എക്സ്പെൻസ്. ഓക്കെ, പറയും, അതൊക്കെ ഇപ്പൊ പറയും. ഓക്കെ, സോ ഇപ്പൊ ഇവിടെ എന്താ ചെയ്യുന്ന വെച്ചാൽ എക്സ്പെൻസിന് നമ്മൾ ടോട്ടൽ, ഇവിടെ പാസഞ്ചർ എടുക്കുമ്പോൾ ഇവിടെ ടോട്ടൽ പാസഞ്ചർ, ഇവിടെ കിലോമീറ്റർ എടുത്തപ്പോൾ ടോട്ടൽ കിലോമീറ്റർ. അപ്പൊ ഇവിടെയോ ടോട്ടൽ പാസഞ്ചർ കിലോമീറ്റർ വരും. ഈ പാസഞ്ചർ കിലോമീറ്റർ എങ്ങനെയാ കാണാന്നറിയോ? ഇങ്ങനെ കാണാന്നറിയോ? ഇവിടെ വിസിബിൾ ആണോ നോക്കിയത് ക്യാമറയുടെ സ്ക്രീനിൽ? ഒന്നുമില്ല, ഇതും കൂടെ ആഡ് ചെയ്യാം. ഡിവൈഡ് ടോട്ടൽ കിലോമീറ്റർ
അതാണ് ഞാൻ ഇപ്പം ഇനി അടുത്ത പറയുന്നത്. ജസ്റ്റ് ഞാനൊന്ന് ഒരു ഓർമ്മ വേണ്ടിയിട്ട് എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, total kilometer into total passenger, we will get total passenger kilometer. So expense divided by total passenger kilometerലും നമുക്ക് എന്ത് കാണാം? കോസ്റ്റ്. ഇവിടെ എന്താ കിട്ടുക? കോസ്റ്റ് പെർ പാസഞ്ചർ കിലോമീറ്റർ. സി, അപ്പോൾ ഇങ്ങനെയാണ് കോസ്റ്റ് പെർ യൂണിറ്റ് നമുക്ക് ഇങ്ങനെയൊക്കെ കണ്ടുപിടിക്കാം. ഓക്കെ, ഇതിനകത്ത് വേറൊരു സംഭവം കൂടി വരുന്നുണ്ട്, അതിപ്പം പറയാം. ഓക്കെ, കപ്പാസിറ്റി എന്ന് പറയും. ടോട്ടൽ പാസഞ്ചർ ഇപ്പം 50 കപ്പാസിറ്റി ഉള്ള ബസ്സിൽ 50 സീറ്റ് ഉണ്ട്, 50 യാത്രക്കാരൊക്കെ ഉള്ളൂ. മേ ബി സ്റ്റാർട്ടിങ് തലശ്ശേരിയിൽ നിന്ന് തന്നെ, എവിടുന്ന് കണ്ണൂരിൽ നിന്ന് പോയ ബസ്, എനിവേ എവിടെ പോയാലും ആ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് തന്നെ 45 ഉള്ളൂ എന്ന് വെച്ചോ. സോ അപ്പം എന്താ ചെയ്യാന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. അത് ഇപ്പോൾ ഒരു കണക്ക് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ആ കണക്കിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ടോട്ടൽ കിലോമീറ്റർ എങ്ങനെയാണ് കണ്ടുപിടിക്കാം, ടോട്ടൽ പാസഞ്ചർ എങ്ങനെയാണ് കിലോമീറ്റർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഒബ്വിയസ്ലി ആ സമയത്ത് ഇതും കൂടി കവർ ചെയ്യും. സോ അതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, സോ ഇവിടെ 3 കേസസ് വരും. പെർ കിലോമീറ്റർ, പെർ പാസഞ്ചർ, കോസ്റ്റ് പെർ പാസഞ്ചർ കിലോമീറ്റർ. ഓക്കെ ഓക്കെ, സോ ഇടയ്ക്ക് ഓർമ്മിച്ചാൽ മതി. ടാക്സി പോകുന്നു, ബാംഗ്ലൂരിൽ പോകുന്നു, KSRTC ബസ്സിൽ. ഓക്കെ ഓക്കെ, now you can see the question on the board. ഓക്കെ, ആ ക്വസ്റ്റ്യൻ പോട്ടെ, അവിടെ നിൽക്കട്ടെ. സി, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഞാൻ 2 ദിവസം എൻ്റെ വീട്ടിൽ നിന്ന് ശ്രീകണ്ഠാപുരത്തേക്ക് 50 ആണ്, അപ്പം ഇങ്ങോട്ടേക്കും 50. ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് ഒരു ട്രിപ്പ് എന്ന് പറയാം കേട്ടോ. 1 സൈഡ് ആൻഡ് 2 സൈഡ് ചേർന്നാലേ ട്രിപ്പ് ആവാം. അങ്ങോട്ട് പോയി തിരിച്ച് ഡെസ്റ്റിനേഷനിലെത്തി. സോ ദിസ് ഇസ് ട്രിപ്പ് എന്ന് പറയും. സോ അങ്ങോട്ടേക്ക് 50 അപ്രോക്സിമേറ്റ്ലി, ഇങ്ങോട്ടേക്ക് 50. ഓക്കെ, സോ ഞാൻ 2 ഡേയ്സ് പോയിട്ടുണ്ട്. പിന്നെന്താ പറയണ്ട, 2 ഡേയ്സ് പോയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദിസ് ഇസ് കിലോമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഞാൻ എത്ര കിലോമീറ്റർ പോയി എന്ന് ചോദിച്ചാൽ നിങ്ങളെങ്ങനെ കണ്ടുപിടിക്കുക? 2 ദിവസം പോയിട്ടുണ്ട്. 50 100 200 ഇല്ല, 200 കിലോമീറ്റർ ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട് ഇല്ലടോ. ഇനി അഗെയിൻ കുറച്ചും കൂടി, 2 ഡേയ്സിൽ ഇത് തന്നെ പ്ലസ് 2 ഡേയ്സ് അല്ല, ഞാൻ 25 ഡേയ്സ് പോയിട്ടുണ്ട്. ഓക്കെ, ഇത് ഒരു ട്രിപ്പ് അല്ലേ, ഇതുപോലെ ഞാൻ 4 ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ഒരു ദിവസം. 1 ഡേ 4 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ ബസ് ഡ്രൈവറാണോ എന്തെങ്കിലും വിചാരിച്ചു നിങ്ങൾ? നോ ഇഷ്യൂസ്. സോ 25 ഡേയ്സ് 4 ട്രിപ്സ് പോയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് കിലോമീറ്റർ ഇസ് ഗിവൺ. അപ്പം എങ്ങനെയാവും എൻ്റെ കിലോമീറ്റർ? ഞാൻ എത്ര ദൂരം, എൻ്റെ ബസ് എത്ര ദൂരം ട്രാവൽ ചെയ്തു? 25 ഡേയ്സ് ഇൻറ്റു 4 ട്രിപ്പ്. 4 ട്രിപ്പ് എന്ന് പറഞ്ഞാൽ എത്ര കിലോമീറ്റർ? ഒരു ട്രിപ്പ് എത്രയാ? അങ്ങോട്ടും ഇങ്ങോട്ടും, അപ്പോൾ 100. സി, ഇങ്ങനെ വരും അല്ലേ. ഇനി എൻ്റെ കയ്യിൽ 5 ബസ് ഉണ്ടെന്ന് വെച്ചോ. അപ്പോൾ 5 ബസ്സും പോയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ആരെയും കൂടി ഇൻറ്റു ചെയ്യണം, 5. സോ ഇങ്ങനെയാണ് നമ്മൾ ടോട്ടൽ കിലോമീറ്റർ കണ്ടുപിടിക്കുക. ഇനി നിങ്ങൾക്ക് അവിടെ ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. അപ്പം നമുക്ക് നോക്കാം. സെയിം ക്വസ്റ്റ്യൻ ആണ്. നമ്പർ ഓഫ് ബസ്സസ് 5. ഫൈൻഡ് ദി ടോട്ടൽ കിലോമീറ്റർ ആൻഡ് ടോട്ടൽ പാസഞ്ചർ കിലോമീറ്റർ. നമ്പർ ഓഫ് ബസ് 5 ആണ്. ഡേ ഓപ്പറേറ്റഡ് ഇൻ എ മന്ത് 25. ട്രിപ്പ് മെയ്ഡ് ബൈ ഈച്ച് ബസ് 4. ഡിസ്റ്റൻസ് ഓഫ് റൂട്ട് 20 കിലോമീറ്റർ ലോങ്. 1 സൈഡിലേക്കാണ് 20. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞാൽ ഒരു ട്രിപ്പ് എന്ന് പറയുമ്പോൾ 40 കിലോമീറ്റർ ഉണ്ടാവും. ഓക്കെ, കപ്പാസിറ്റി ഓഫ് ദ ബസ് 50. Number of passengers traveling 90% of capacity. So you are required to calculate the total kilometer. Total kilometer simple ആണ്. 5 ബസ്, 25 ദിവസം, 4 ട്രിപ്പ്, എത്ര ഡിസ്റ്റൻസ് പോയിട്ടുണ്ട്? 40 അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും. സോ ടോട്ടൽ കിലോമീറ്റർ ഇസ് ഈക്വൽ ടു 20,000 അല്ലേ? 20,000 കിലോമീറ്റർ. ഓക്കെ, ഇത്. ഇനി അടുത്തത് പിന്നെ ചോദിച്ചിരിക്കുന്നത് ടോട്ടൽ പാസഞ്ചർ കിലോമീറ്റർ ആണ്. ഓക്കെ, ടോട്ടൽ പാസഞ്ചർ കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ പാസഞ്ചർ ഡീറ്റെയിൽസ് ഇസ് ഗിവൺ. ബസ്സിന്റെ കപ്പാസിറ്റി ഇസ് 50%. 50 പേര് സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ബസ്. ബട്ട് എത്രയാണ് അവിടെ നോർമൽ പാസഞ്ചർ ട്രാവലിംഗ്? എത്ര പെർസെൻറ്റേജ് ഓഫ് പേഴ്സൺസ് ട്രാവൽ ചെയ്ത്? 90%. സോ
സോ ഹിയർ നമ്മൾ ഒരിക്കലും 50 വെച്ചിട്ടല്ല കാൽക്കുലേറ്റ് ചെയ്യുക, എത്രയാണോ റിയൽ പാസഞ്ചർ അത് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ 50യുടെ ഇപ്പം നമ്പർ ഓഫ് പാസഞ്ചർ എന്ന് പറയുമ്പോൾ 50 അല്ല, എത്രയാണ് 50 പോവാമായിരുന്നു, ബട്ട് 90% മാത്രം ഓക്യുപ്പൈ ചെയ്തത്. എത്രയാ 50 90 പറയുമ്പോൾ 45 അല്ല, ആണ് നോക്കണ്ട 45 ഓക്കെ 45. Okay, so this is number of passengers. So we want to calculate total passenger kilometer. ഇതിനെ എന്ത് ചെയ്യുക, ഇതിനെ കൊണ്ട് ഇൻറ്റു ചെയ്യുക. ടോട്ടൽ കിലോമീറ്റർ ഇൻറ്റു പാസഞ്ചേഴ്സ്. പാസഞ്ചേഴ്സ് ഓർമ്മിക്കുമ്പോൾ കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്ത സമയം മാത്രമാണ് നമ്മളിത് കൂട്ടുക. ഓക്കെ, സോ ഇറ്റ് ഈസ് 20,000 ഇൻറ്റു 45 9 അല്ല ഓക്കെ 9 lakh അല്ല 9 lakh passenger kilometer. ഓക്കെ 9 lakh passenger kilometer വരും. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി ഓക്കെ ഇത് മതി. ഇനി വേറൊരു സംഭവം കൂടി ഉണ്ട്. ടാക്സി അങ്ങോട്ട് എയർപോർട്ടിൽ ഇറക്കി തിരിച്ചു വരുമ്പോൾ ആളില്ല എന്നുള്ള കേസൊക്കെ. എനിവേ അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് നിങ്ങൾക്കത് ഇല്ലാത്തതുകൊണ്ടാണ്. സോ ആ ഒരു കേസും കൂടി ഉണ്ട്, ബട്ട് ഞാനത് സ്കിപ്പ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഈ ഒരു ബേസിൽ 3 പ്രോബ്ലം ഞാൻ ചെയ്തു തരും. ഓക്കെ, 3 പ്രോബ്ലം ചെയ്യും. അതിൽ ഒരു പ്രോബ്ലം ഈ വീഡിയോക്കകത്തുണ്ടാവും, ബാക്കി 2 നെക്സ്റ്റ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഭയങ്കര ലെങ്ത് ആയിരിക്കും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഇതിൽ ഇനി നിങ്ങൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, ഇത് ഏകദേശം ക്ലിയർ ആണല്ലോ? ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ എക്സ്പെൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ കിലോമീറ്റർ അല്ലെങ്കിൽ ടോട്ടൽ പാസഞ്ചർ. ഈ എക്സ്പെൻസ് പറഞ്ഞല്ലോ, ഈ എക്സ്പെൻസ് ആണ് നമ്മൾ നേരത്തെ പഠിച്ച എന്തൊക്കെയായിരുന്നു നേരത്തെ പഠിച്ചത്? ഫിക്സഡ്, റണ്ണിങ്, മെയിൻ്റനൻസ് അല്ലേ? ഫിക്സഡ്, റണ്ണിങ്, മെയിൻ്റനൻസ്. സോ ഇതാണ് ഈ എക്സ്പെൻസ് പറയുന്നത്. ഓക്കെ, സോ ബട്ട് ഇത് ആഡ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു എക്സ്പെൻസ് ആയിട്ടല്ല എടുക്കുക. നമ്മൾ മെഷീൻ ഹവർ റേറ്റ് പഠിച്ച ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടെങ്കിൽ ഓർമ്മയുണ്ടായാൽ മതി, അല്ലെങ്കിൽ പ്രോബ്ലം ഒന്നുമില്ല. നമുക്കൊന്നും കൂടി ഇതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയായിരുന്നു മെഷീൻ ഹവർ റേറ്റിൻ്റെ മീൻസ് ചെയ്ത ഫോമാറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് നിങ്ങൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പേര് വിളിക്കാം. ഓക്കെ, ഓപ്പറേറ്റിംഗ് കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇതിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. 1 ഫിക്സഡ്, 2 രണ്ടാമത് റണ്ണിങ് പറഞ്ഞ മെയിൻ്റനൻസ്. എനിക്ക് ഓർമ്മയില്ല, എന്ത് എഴുതിയാലും കുഴപ്പമില്ല, ഞാനിവിടെ മെയിൻ്റനൻസ് എന്ന് എഴുതുന്നു. ആൻഡ് തേർഡ് മെയിൻ്റനൻസ് ചാർജസ്, ആൻഡ് തേർഡ് റണ്ണിങ് എക്സ്പെൻസാ, റണ്ണിങ് ചാർജസാ. ഇങ്ങനെ വേണം നമ്മളെ ഫോമാറ്റ് ഉണ്ടാവാൻ. സോ ഫിക്സഡിന്റെ അണ്ടറിൽ ഫിക്സഡിന്റെ ഓരോ പേര് എഴുതും, മെയിൻ്റനൻസിൽ മെയിൻ്റനൻസ്, ആൻഡ് റണ്ണിങ്ങിൽ റണ്ണിങ്. അത് ഏതൊക്കെയാണെന്ന് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞു. ഓക്കെ, ഇനി ഇതെന്തിനാ 2 എന്ന് വെച്ചാൽ ഒന്ന് ടോട്ടൽ എഴുതാനും, ഓക്കെ ടോട്ടൽ കോസ്റ്റ് എഴുതാനും, മറ്റേത് ഒബ്വിയസ്ലി എന്തായിരിക്കും കോസ്റ്റ് പെർ യൂണിറ്റ് എഴുതാനും. ഓക്കെ, അപ്പോൾ ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇവിടെ ഇൻഷുറൻസ് ടോട്ടൽ 5,000 ആണെന്ന് വെച്ചോ. മന്ത്ലി ഇയർലി എന്താണ് ക്വസ്റ്റ്യനിൽ തരുന്നത്? മന്ത്ലി ആണെങ്കിൽ ഇത് മുഴുവൻ മന്ത്ലി ആയിരിക്കണം, ഇയർലി ആണെങ്കിൽ ഇത് മുഴുവൻ ഇയർലി ആയിരിക്കണം, വീക്ക്ലി ആണെങ്കിൽ ഇത് മുഴുവൻ വീക്ക്ലി ആയിരിക്കണം, ഡിവൈഡ് ചെയ്യുന്നതും വീക്ക്ലി ബേസിലായിരിക്കണം പറയാം. ഓക്കെ, 5,000 ആണെങ്കിൽ ഇയർലി ആണെന്ന് വെച്ചോ. നമുക്ക് ക്വസ്റ്റ്യനിൽ ഇയർലി ആണ്, ഇത് ഇയർലി ഇൻഷുറൻസ് ഇയർലി ആണ്. സോ നമുക്ക് ക്വസ്റ്റ്യനിൽ തരും ആനുവൽ ഓടിയത്, ആനുവൽ മൈലേജ് എന്നോ അല്ലെങ്കിൽ ആനുവൽ കിലോമീറ്റർ എന്നോ. ആനുവൽ കിലോമീറ്റർ നമുക്ക് അതിനോട് യോജിക്കാൻ വേണ്ടി ഞാൻ തൽക്കാലം 5,000 കിലോമീറ്റർ എന്ന് എഴുതുന്നു. അപ്പോൾ ആനുവലി ഓടിയ കിലോമീറ്ററും തരും. അപ്പോൾ നമ്മുടെ കോസ്റ്റ് പെർ യൂണിറ്റോ ഈ 5,000 ഡിവൈഡഡ് ബൈ ഈ 5,000 ഇവിടെ 1 എന്ന് എഴുതണം. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മൾ ഇതിൽ ഇനി ഡിപ്രിസിയേഷൻ്റെ ഒരു കാൽക്കുലേഷനാണ് ഇമ്പോർട്ടൻ്റ്ലി പറയേണ്ടത്, അത് പറയും. ബട്ട് ഇത് ഇങ്ങനെ അങ്ങോട്ട് എഴുതണം, അത്രയേ ഉള്ളൂ. ടോട്ടലിൻ്റെ കോളത്തിൽ ടോട്ടലും പിന്നെ ഫിക്സഡിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റിൽ ഏതാണോ ബേസ്. നമ്മൾ കുറേ പെർ യൂണിറ്റ് പറഞ്ഞു, നിങ്ങൾക്ക് കിലോമീറ്റർ എടുക്കാം, അല്ലെങ്കിലോ പാസഞ്ചർ എടുക്കാം, അല്ലെങ്കിലോ പാസഞ്ചർ കിലോമീറ്റർ എടുക്കാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഏതാണോ തരുന്നത് അതിൻ്റെ ബേസിൽ നമ്മൾ കിലോമീറ്റർ പെർ യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യും. മെയിൻലി നിങ്ങൾക്ക് ഈ സാധനമേ ചോദിക്കൂ, പെർ കിലോമീറ്റർ ആയിരിക്കും, കോസ്റ്റ് പെർ കിലോമീറ്റർ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ഓക്കെ, ഈ മൈൽ ആൻഡ് കിലോമീറ്റർ സെയിം ആണ്, ആനുവൽ മൈലേജ് അല്ലെങ്കിൽ ആനുവൽ കിലോമീറ്റർ. ഓക്കെ,
ആനുവലി ആണെങ്കിൽ ഇതെല്ലാം ആനുവലി ആയിരിക്കണം, ഡിവൈഡഡ് ബൈ ആനുവൽ കിലോമീറ്റർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ. ഇനി ഇതിൽ ഡിപ്രിസിയേഷൻ്റെ ട്രീറ്റ്മെൻറ്റ് പറയാനുണ്ട്. അതും കൂടെ പറഞ്ഞതിന് ശേഷമേ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാൻ പറ്റും. ഓക്കെ, ഇവിടെ ഡിപ്രിസിയേഷൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ് പറയുന്നത്. ഡിപ്രിസിയേഷൻ പിന്നെ എന്താ പറയുക, CA-CMA എല്ലാം ടെക്സ്റ്റ് ബുക്കിൽ ഈ ഡിപ്രിസിയേഷനാ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പ്രകാരം നമ്മൾ ഫിക്സഡിലാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ബട്ട് ചില കേസിൽ ഡിപ്രിസിയേഷൻ റണ്ണിങ്ങിൽ കാണിക്കും. സോറി, ബട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കംപ്ലീറ്റ്ലി ഫിക്സഡ് ആയിട്ട് എടുത്തിട്ടില്ല. അതുകൊണ്ട് മാത്രം ആ ഒരു കണ്ടീഷൻ എപ്പോഴാണെന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, ബിക്കോസ് കണ്ണൂർ യൂണിവേഴ്സിറ്റി ടെക്സ്റ്റിൽ എവറി ടൈം ഇത് ഫിക്സഡ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഓക്കെ ഓക്കെ, ഫിക്സ്ഡ്. ഓക്കെ, അപ്പോൾ ഇത് ഫിക്സഡ് ചാർജ് ആണ് ഡിപ്രിസിയേഷൻ. ഇനി ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കിക്കോളൂ. നിങ്ങൾക്ക് അറിയുന്ന സംഭവം തന്നെ. ഡിപ്രിസിയേഷൻ ഡയറക്റ്റ്ലി തന്നില്ലെങ്കിൽ, ഡിപ്രിസിയേഷൻ ഇപ്പം ഡിപ്രിസിയേഷൻ ക്വസ്റ്റ്യനിൽ 1000 തന്നാൽ ഇവിടെ എഴുതിക്കോ. ഇനി തന്നില്ലെങ്കിൽ കോസ്റ്റ്, സ്ക്രാപ്പ് ഉണ്ടെങ്കിൽ സ്ക്രാപ്പ് മൈനസ് ചെയ്യുക. കുറേ ആൾ പറയാൻ തുടങ്ങി ഡിവൈഡഡ് ബൈ എസ്റ്റിമേറ്റഡ് ലൈഫ്. ഓക്കെ, ഇൻ ഇയേഴ്സ് അല്ലേ, ഇത്ര വർഷം എന്നൊക്കെ ക്വസ്റ്റ്യനിൽ തരും. അതെ, ഇത് ചെയ്താൽ നമുക്ക് ഡിപ്രിസിയേഷൻ്റെ ആൻസർ ഡിപ്രിസിയേഷൻ പെർ ആനാ കിട്ടുക. ഇയർലി ഡിപ്രിസിയേഷൻ ആണ് ഇത് ചെയ്താൽ ആൻസർ കിട്ടുക. ഓക്കെ, കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് ഡിവൈഡഡ് ബൈ എസ്റ്റിമേറ്റഡ് ലൈഫ് ഡിപ്രിസിയേഷൻ പെർ ആനം, അതായത് ഇവിടെ കിട്ടും. ഓക്കെ, ഇനി നമുക്കത് കോസ്റ്റ് പെർ യൂണിറ്റിലാക്കണമെങ്കിൽ ഈ കിട്ടിയ ആൻസറിന് എന്ത് ചെയ്താൽ മതി, ഏതാണോ പെർ യൂണിറ്റിലാക്കേണ്ടത് അതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ദാറ്റ് ഈസ് ഇപ്പം ആനുവൽ മൈലേജ് അല്ലെങ്കിൽ ടോട്ടൽ കിലോമീറ്റർ എന്ത് വേണമെങ്കിലും എഴുതുക കേട്ടോ, ഓർ കിലോമീറ്റർ. ഓക്കെ, അല്ലെങ്കിൽ ടോട്ടൽ കിലോമീറ്ററാ, ഇനി എല്ലാം എന്താണോ ഡിവൈഡ് ചെയ്യുന്നത് അതിന് അപ്രോപ്രിയേറ്റ് നമ്മളത് ഡിവൈഡ് ചെയ്യും. ഓക്കെ, സോ ഇറ്റ് ഇസ് ടോട്ടൽ കിലോമീറ്റർ. ഓക്കെ, ഡിവൈഡഡ് ബൈ ടോട്ടൽ കിലോമീറ്റർ ചെയ്താൽ നമുക്ക് ആൻസർ എന്തിൽ കിട്ടും, പെർ യൂണിറ്റിൽ കിട്ടും. അതായത് ഇവിടെ എഴുതേണ്ട എമൗണ്ട് കിട്ടും. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി ഇത് രണ്ടും കൂടെ ഒരുമിച്ചിട്ട്, അതായത് ഒറ്റ സ്റ്റെപ്പിൽ പെർ യൂണിറ്റ് കിട്ടണമെങ്കിൽ ഇതാണ് സ്റ്റെപ്പ്. കോസ്റ്റ്, ഇതിൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ചെയ്യുക കേട്ടോ. കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് ഡിവൈഡഡ് ബൈ എസ്റ്റിമേറ്റഡ് ലൈഫ് ഇൻ കിലോമീറ്റർ അല്ലെങ്കിൽ മൈൽസ്. ഓക്കെ, ഇത് ചില ക്വസ്റ്റ്യനിൽ എസ്റ്റിമേറ്റഡ് ലൈഫ് ഇൻ കിലോമീറ്റർ തരും. അത് ചെയ്യുവാണെങ്കിൽ നമുക്ക് നേരിട്ടിട്ട് ഡിപ്രിസിയേഷൻ്റെ ആൻസർ എന്തിലാണ് കിട്ടുക, പെർ യൂണിറ്റ്. ക്ലിയർ ആണല്ലോ? സോ പെർ ആനെന്ന് കിട്ടുന്നത് ഇവിടെ എഴുതണം, പെർ യൂണിറ്റ് ഇങ്ങനെ ചെയ്താലും കിട്ടും, ഇങ്ങനെ ചെയ്താലും കിട്ടും. സോ അതും ഇവിടെ എഴുതും. ക്ലിയർ? ബാക്കിയെല്ലാം അന്നേരം അവിടെ വെച്ചിട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. സോ ഇതാണ് ഡിപ്രിസിയേഷൻ. ഓക്കെ, അഗെയിൻ റിപ്പീറ്റിംഗ്, റണ്ണിങ് ചാർജസ് ആയിട്ട് എടുക്കുന്നുണ്ട്, ബട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റിൻ്റെ ടെക്സ്റ്റിനകത്ത് ഇറ്റ് ഈസ് ഫിക്സഡ്. ഓക്കെ, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. Question is there on the board. Okay, from the following, calculate cost per mile. Per mile means per kilometer. Value of the vehicle 15,000. Road license 500. License is a fixed charge. Insurance per year fixed charge. Garage rent fixed charge. Driver's wage per month ആണ് given. It is a fixed charge ആണ്. Per ഇയർ ആക്കണം. ഇറ്റ് ഇസ് പെർ മന്ത് ബിക്കോസ് മുകളിലുള്ള എല്ലാ ഇയറിലാണ്. സോ ഇതിനെ നമ്മൾ ഇയർ ആക്കും. കോസ്റ്റ് ഓഫ് പെട്രോൾ പെർ ലിറ്റർ. പെട്രോള് റണ്ണിങ് എക്സ്പെൻസ് ആണ്. സോ അത് വാരിയബിളിനകത്ത് റണ്ണിങ്ങിനകത്ത് എഴുതണം പെട്രോൾ. ദാറ്റ് പെർ യൂണിറ്റിലാണ് അത് തന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. മൈൽസ് പെർ ലിറ്റർ. ഓക്കെ, നോക്കാം. കോസ്റ്റ് ഓഫ് പെട്രോൾ പെർ ലിറ്ററാണ് തന്നിരിക്കുന്നത്. മൈൽസ് പെർ ലിറ്റർ 8. പ്രപ്പോർഷണൽ ചാർജ് ഓഫ് ടയർ ആൻഡ് മെയിൻ്റനൻസ് പെർ മൈൽ 20 പൈസ. എസ്റ്റിമേറ്റഡ് ലൈഫ് 1,50,000 മൈൽസ്. സോ ഹിയർ എസ്റ്റിമേറ്റഡ് ലൈഫ് തന്നിരിക്കുന്നത് മൈൽസിലാണ്.
എസ്റ്റിമേറ്റഡ് ആനുവൽ മൈലേജ് 6000 മൈൽസ്. ഇഗ്നോർ ദി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അല്ലെങ്കിൽ നമ്മൾ അതൊന്നും ചെയ്യില്ല, നമുക്കതിനെ പറ്റി അറിയില്ല. ഓക്കെ, എനിവേ വിട്ടേക്ക്. ഓക്കെ, ഇവിടെ എഴുതുവാണേ. ഓക്കെ, ഇവിടെ അധികം എക്സ്പെൻസുകൾ ഇല്ലാത്തത് കൊണ്ട് ഞാൻ 2 ഹെഡിലേക്ക് ചുരുക്കുവാണ്, ഫിക്സഡ് ആൻഡ് വാരിയബിൾ. ഓക്കെ, ഫിക്സഡ് ആൻഡ് വാരിയബിൾ. ഓക്കെ, സി ആൻഡ് ദ ഫസ്റ്റ് ഐറ്റം. ഇതിലൊന്നും ഡിപ്രിസിയേഷൻ പറയൂല. ഡിപ്രിസിയേഷൻ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും കണ്ടുപിടിക്കേണ്ടത് നമ്മളെ പണിയാണ്. ഡിപ്രിസിയേഷൻ നമുക്ക് കണ്ടുപിടിക്കാം. ഡിപ്രിസിയേഷൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ്. ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? എസ്റ്റിമേറ്റഡ് ലൈഫ് ഇൻ കിലോമീറ്റർ ഇസ് ഗിവൺ. സോ നേരിട്ട് ചെയ്യാം. ഇവിടെ സ്ക്രാപ്പ് ഇല്ല, കോസ്റ്റ് മാത്രമേ ഉള്ളൂ. കോസ്റ്റ് ഇസ് 15,000 ഡിവൈഡഡ് ബൈ 1,50,000. സോ ആൻസർ എന്തിൽ കിട്ടുന്ന പറഞ്ഞാൽ പെർ യൂണിറ്റിലല്ല. അപ്പൊ ആൻസർ ഇസ് 10 അല്ലേ, 10 പൈസ. 10 പൈസ പെർ യൂണിറ്റ്. സോ ഈ എമൗണ്ട് എവിടെയാ കിട്ടുക? Here you write depreciation. ഈ എമൗണ്ട് പെർ യൂണിറ്റിൽ എഴുതണം 10. ഓക്കെ, അവിടെ പെർ യൂണിറ്റ് എന്നുള്ളത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് എന്ന് നോക്കിയേ, പെർ മൈലാണ്, ദാറ്റ് ഇസ് പെർ കിലോമീറ്റർ. ഓക്കെ, സോ അതിനനുസരിച്ചിട്ട് ഇവിടെ മാറ്റും, പെർ മൈൽ. സോ കിട്ടിയിട്ടുണ്ട്. ബട്ട് നമുക്ക് ഇവിടെ ടോട്ടൽ കോസ്റ്റ് അറിയണം. പെർ യൂണിറ്റ് ഇതാണ്. സോ ഇതിന് എന്ത് ചെയ്താൽ മതി? കിലോമീറ്റർ കൊണ്ട് ഇൻറ്റു ചെയ്താൽ പോരെ. 6000 അല്ലടാ ആനുവലി ഓടിയത്. സോ അതിനെ കൊണ്ട് ഇവിടെ ഇൻറ്റു ചെയ്യുക, യു വിൽ ഗെറ്റ് 600. ഓക്കെ ഓക്കെ, നൗ അടുത്ത എന്താ? റോഡ് ലൈസൻസ്. ലൈസൻസ്, ഇൻഷുറൻസ്, ഗാരേജ് റെന്റ്, വേജസ്. ഓക്കെ, ഇത്രയും സാധനം. സോ അതൊക്കെ എമൗണ്ട് തന്നിട്ടുണ്ട്. 500, 100, 600. And here it is given monthly. Monthly it is 200. So it into 12 അല്ല, monthly എന്ന് പറഞ്ഞാൽ into 12, 24,000. ക്ലിയർ ആണല്ലോ? ഇനി ഫിക്സഡ് ആണ്. ഇത് ഓരോന്നും എന്ത് ചെയ്യുക? ഡിവൈഡഡ് ബൈ 6000 is our ആനുവൽ അല്ലെങ്കിൽ ടോട്ടൽ കിലോമീറ്റർ. ഒരു ആനുവലി ഓടിയ കിലോമീറ്റർ 6000 ആണ്. 5000 ഡിവൈഡഡ് ബൈ 6000. Sorry, 500 divided by 6000, 100 divided by 6000, 600 divided by 6000, 2400 divided by 6000. Okay, here you will get 4000. ഇതൊക്കെ നിങ്ങളോട് ഡിവൈഡ് ചെയ്തിട്ടേക്കണേ. ഓക്കെ, അവിടെ ഡിവൈഡ് ചെയ്തിടണം. 6000 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അവിടെ ഇടണം. ആൻഡ് ഇതൊക്കെ ആഡ് ചെയ്താൽ യു വിൽ ഗെറ്റ് 0.70. ഓക്കെ, നൗ കമ്മിങ് ടു വാരിയബിൾ. വാരിയബിളിൽ പെട്രോൾ. സി, cost of petrol per liter. 1 liter cost of petrol per liter is 0.80. Okay, miles per petrol. എത്ര miles per petrol? Okay, sorry, 8 അല്ല, 80 പൈസ. Okay, so 80 പൈസയാണ്. So miles per petrol is 8 mile. So per unit is 0.80 divided by 8. എത്ര? 10 പൈസ അല്ലടാ, 10 പൈസ. 10 പൈസ. സോ ഇവിടെ എഴുതുക പെട്രോൾ 10 പൈസ. Now what? ടയർ, ഇറ്റ് ഇസ് ഗിവൺ. നേരിട്ട് തന്നിട്ടുണ്ട് പെർ മൈൽ ഇത്രയാണ്. പെർ മൈൽ ഇത്രയാണ് ഇവിടെ തന്നിട്ടുണ്ട്. ചാർജ് ഓഫ് ടയർ, ടയർ എന്ന് ഞാൻ എഴുതുന്നുള്ളൂ. പെർ മൈൽ എത്രയാന്ന് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, 20 പൈസ. കഴിഞ്ഞില്ലേ? യെസ്, ഫിനിഷ്. ഇനി എന്താ ചെയ്യുക? ഒന്നും ചെയ്യേണ്ട, ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ഇവിടെ ഇട്ടാൽ യുവർ ആൻസർ 1 rupee. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? കോസ്റ്റ്. കോസ്റ്റ് പെർ കിലോമീറ്റർ അല്ലെങ്കിൽ കോസ്റ്റ് പെർ മൈൽ. ഓക്കെ, അപ്പൊ ഇത് ഇത്രയേ ഉള്ളൂ. വലിയ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ല. ഓക്കെ, ഇതിൽ ഡിപ്രിസിയേഷന്റെ കാൽക്കുലേഷൻ മാത്രമേ ഉള്ളൂ എക്സ്ട്രാ വരുന്നത്. ഇത് തന്നെയാണ് നമ്മൾ മെഷീൻ അവർ റേറ്റിലും ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇത് കോപ്പി ചെയ്യുക. ഇനിയും 2 കണക്കുണ്ട്. അതിൽ
രണ്ടും വ്യത്യാസമുണ്ട്. സോ നെക്സ്റ്റ് വീഡിയോയിൽ അത് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ ഓക്കെ. ഇനി നിങ്ങൾക്ക് ആ മൈലിൻ്റെ കാര്യം ഇനി എനിക്ക് അറിയുന്നില്ല, നിങ്ങൾക്ക് അറിയില്ലേ? ഒരു മിനിറ്റ് അതും കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. സി അവിടെ ഞാൻ ക്യാമറ ഓൺ ആക്കി. ഓക്കെ സി ഹിയർ ഇതെന്താ സംഭവം നോക്ക്. കോസ്റ്റ് ഓഫ് പെട്രോൾ പെർ ലിറ്റർ, 1 ലിറ്ററിന്റെ വിലയാണ്, കോസ്റ്റ് ആണ് ഇവിടെ തന്നത് 80 പൈസ. ഓക്കെ 1 ലിറ്റർ പെട്രോളിന് 8 മൈൽ ഓടും. അപ്പോൾ 1 മൈൽ ഓടാൻ എത്ര രൂപേൻ്റെ പെട്രോൾ വേണം? 80 എന്നുള്ളത് 8 മൈലാണ്. അപ്പം 1ന് എത്ര? 10 പൈസ. സോ അതാണ് ഇവിടെയുള്ള കാൽക്കുലേഷൻ. ഓക്കെ ഓക്കെ. അപ്പം ഇനി ബാക്കി 2 കണക്ക് നെക്സ്റ്റ് വീഡിയോ.